ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എനിക്ക് ഈ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും വീടുമായിട്ട് നടക്കുകയായിരുന്നു കുറച്ച് ദിവസമായി. അപ്പോൾ ഓണത്തിന് കുറച്ച് ചിക്കനുമൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു ആവശ്യത്തിന്. പക്ഷേ വെള്ളം കുടിച്ചില്ല, വെള്ളം കുടിക്കാൻ മറന്നുപോയി. വെള്ളം കുടിക്കാറില്ല ഞാൻ, കാരണം ദാഹമില്ല, അതുകൊണ്ട് കുടിക്കാറില്ല. അപ്പോൾ ആ കാരണത്താൽ എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷനായി, യൂറിനറി ഇൻഫെക്ഷൻ വന്നു. മരുന്ന് കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ടും തഴുതാമ ചെറുപുളയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടൊന്നും ഒരു കുറവില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചു, ഇഞ്ചക്ഷൻ എടുത്തു, മരുന്ന് കഴിച്ചു. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കാരണത്താൽ പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുക്കിംഗ് ആണെങ്കിൽ പോലും ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു എൻ്റേത്. അപ്പോൾ ആ കാരണത്താലാണ് എനിക്കൊന്നും ചെയ്യാനോ എങ്ങും പോകാനോ ഒന്നും പറ്റിയില്ല. ആകെ ഒരു വിഷമത്തിലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി വെച്ച ഫുഡ് കാണിച്ചു തരാം. പിള്ളേർ ഓണത്തിനുണ്ടായിരുന്നു, അവരെല്ലാം രണ്ടാഴ്ചയോളം പേരക്കുട്ടി ഉണ്ടായിരുന്നു. ഒരാഴ്ചയോളം മോളും പേരക്കുട്ടികളും മരുമോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരൊക്കെ പോയി, അവർക്കൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോയേക്കാണ്. അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയേക്കുന്നു. ഇനിയിപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഇന്ന് വെച്ച ഫുഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഫുഡൊന്ന് കണ്ടു നോക്ക്. ഞാൻ വെച്ചേക്കണ ഫുഡ് ഞാൻ കാണിച്ചു തരാം. ചോറ് വെച്ച് ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനായിട്ട് 2 നേരത്തേക്കും കൂടെ ഉള്ള മട്ടവടിയാണ്. ഈ ചാക്കിൽ വരുന്ന മട്ടവടിയില്ലേ, അതാണ്. ആ ചോറാണ് വെച്ചത്. 2 നേരത്തേക്കും കൂടിയാണ് വെച്ചത്. ഇനി അത് വൈകുന്നേരം ഒന്ന് ചൂടാക്കും, അത്രയേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ച്, കഞ്ഞിവെള്ളമെങ്കിലും ഉപ്പിട്ടൊന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നാരങ്ങ കലക്കിയും മോരുമ്പെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഞാൻ എന്നാലും. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളരിക്കയും മാങ്ങയും കൂടെ ചാറ് കറി വെച്ചാൽ ഇത് കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ കറിക്ക്. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു മീനിൻ്റെ മണമൊക്കെ വേണമല്ലോ, മലയാളികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണക്കമത്തി മോൾ ഓണത്തിന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാണ് ഉണക്കമത്തി. ഇതിനെ ഞാൻ അങ്ങോട്ട് മുളകൊക്കെ പുരട്ടി വെച്ചു. പാകത്തിനുള്ള ഉപ്പേ ഉള്ളൂ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ അങ്ങോട്ട് പുരട്ടി വെച്ചിട്ട് വറുത്ത് വെച്ചിരിക്കുകയാണ്. മോളെ ഇന്ന് ഇതെല്ലാം കൂട്ടി ഒരു പിടുത്തം പിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ, അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളോട് സ്നേഹമുണ്ട്. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് വീഡിയോസ് കിടക്കുന്നതാണ് യൂട്യൂബിൽ. അതിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുകയും 13,500 മുകളിൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ തിരക്കിനിടയിൽ ഈ തട്ടി മാറ്റാതെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടല്ലോ. അപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്, വലിയ സന്തോഷമുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 13,500 പേര് കണ്ടെങ്കിലും 200 പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വിട്ടുപോണതാണെന്നറിയാം. അപ്പോൾ കൂട്ടത്തിൽ ഒന്ന് ആ വിരലൊന്ന് തൊട്ടാൽ മതിയല്ലോ, സബ്സ്ക്രൈബ് ആകും. ഒന്ന് ടച്ച് ചെയ്ത് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൽ നല്ലതുകൊണ്ട് ഒത്തിരി നല്ല വീഡിയോസും ഉണ്ട്, പിന്നെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാം. കാരണം ഞാൻ ഒരു തുടക്കക്കാരിയാണല്ലോ. പിന്നെ തന്നെയല്ല, യൂട്യൂബ് ഇതിൽ വന്ന് വീഡിയോസൊക്കെ പഠിച്ച് വന്നപ്പോൾ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നപ്പോൾ തന്നെ സമയത്തിന് പിടിച്ചു. പഠിച്ച് വന്ന സമയത്ത് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് കാരണം 1.5 ആഴ്ചയോളം വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു വരാനുള്ള താമസം. അങ്ങനെ ദിവസവും കുത്തിയിരുന്ന ഓരോ ഓപ്ഷനും നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട് വീഡിയോസിൽ. അപ്പോൾ എങ്കിൽ തന്നെയും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാത്ത വീഡിയോകൾ ഒത്തിരി ഞാൻ ഇട്ടോളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തുടർന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഇപ്പം മടിയില്ലാതെയും, കാരണം ഒരു
കുറച്ചൊരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ എന്തായാലും ആ ഒരു മടിയും പേടിയൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാം. കുക്കിംഗ് ആണെങ്കിലും എനിക്ക് ഒത്തിരി വെറൈറ്റി ഫുഡുകളൊക്കെ വെക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒത്തിരി ടൈം എടുക്കാതെ നിങ്ങൾക്ക് ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇടാൻ കേട്ടോ. നിങ്ങളെ ഞാനൊരു ചീത്തയും പറയില്ല, വഴക്കും പറയത്തില്ല, പടങ്ങാനും വരത്തില്ല കേട്ടോ. ഈ സ്നേഹത്തോട് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇഷ്ടംപോലെ വാട്സപ്പിൽ വരുന്നുണ്ട് മെസ്സേജുകൾ, അഭിപ്രായങ്ങളും വാട്സപ്പിൽ അറിയാവുന്നവരെല്ലാം. കാരണം എന്നെ അധികം ആളുകൾക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വാട്സപ്പിലാണ് എനിക്ക് കമൻറ്റ് പറയുന്നത്. അപ്പോൾ അത് വാട്സപ്പിൽ പറയാതെ കണ്ട് നിങ്ങൾ അത് കമൻറ്റ് ബോക്സിലോട്ടിട്ടാൽ അതെനിക്കും കൂടെ അതൊരു പ്രയോജനമാണ്. അതെല്ലാവരോടും ഞാൻ പറയുകയാണ്. എനിക്ക് പരിചയമുള്ളവരും എന്നെ പരിചയമില്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കണ്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ 13,500 പേര് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരും എന്നെ അറിയാവുന്നവരായിരിക്കുമല്ലോ, യൂട്യൂബിൽ കണ്ടവരായിരിക്കും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഈ കൂടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത് എനിക്ക് വലിയൊരു പ്രയോജനപ്പെടും. പോട്ട് നാക്കൊക്കെ തെറ്റിപ്പോണ് പറഞ്ഞു വന്നിട്ട്. അപ്പോൾ എനിക്കതൊരു വലിയൊരു പ്രയോജനമായിരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ ഇനിയും വീഡിയോകൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്യും. ഇത് ഭയങ്കര ഒരു ഹരമായി ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. വീഡിയോസ് മുടങ്ങാനായിട്ട് പോലും എനിക്ക് പറ്റണില്ല. കാരണം അങ്ങനെ മുടക്കം വന്നാൽ എനിക്ക് വിഷമമാണ്. കാരണം അയ്യോ ഇന്നൊന്നും ഇട്ടില്ലല്ലോ എന്നുള്ളൊരു വെപ്രാളമാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആയിട്ടൊക്കെ അതുകൊണ്ടാണ് ഇടണത് വീഡിയോസ്. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരോടും ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം.